ദൈവം എനിക്ക് തരുന്ന പ്രേരണയ്ക്കനുസരിച്ച് ഞാൻ ആ വിഷയം എടുക്കാൻ ആഗ്രഹിക്കുകയാണ്. വളരെ വിപുലമായൊരു വിഷയമായതിനാൽ അത്യാവശ്യമുള്ളതും ജനങ്ങൾക്ക് മനസ്സിലാകുന്നതുമായ വിഷയങ്ങൾ മാത്രം എടുക്കാൻ വളരെ പ്രാർത്ഥനയോടുകൂടെയാണ് ഞാനത് തിരഞ്ഞെടുത്തതെന്ന് പ്രത്യേകം ഓർപ്പിക്കട്ടെ. നമ്മുടെ കർത്താവ് മടങ്ങി വരാൻ പോവുകയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു ഭവനം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി ഭവനം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും. കർത്താവ് അത് പറഞ്ഞിട്ട് പോയിട്ട് ഏതാണ്ട് 2000 വർഷങ്ങളായി. 2000 വർഷങ്ങളായി ആ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ലേ. ഞാൻ പോയി ഭവനം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും. ഈ ലോകത്തെ സൃഷ്ടിപ്പാൻ, നാം ഇന്ന് വസിക്കുന്ന ഭൂമിയെ സൗന്ദര്യപൂർണ്ണമാക്കാൻ 6 ദിവസം മതിയായിരുന്നു. തൻ്റെ പ്രിയയ്ക്ക് വേണ്ടി ഒരുക്കുന്ന ഭവനം 2000 വർഷമായിട്ടും പണി തീർന്നിട്ടില്ല. അത് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ അവൻ വന്ന് നമ്മളെ അവൻ്റെ അടുക്കൽ ചേർക്കും. നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നു എന്നുള്ളതല്ല, അവൻ വേഗം വരുന്നു എന്നുള്ളതാണ് ഈ തലമുറയിൽ പ്രസക്തമായിരിക്കുന്ന, ശക്തമായി പ്രഘോഷിക്കേണ്ട ഒരു വിഷയമെന്നുള്ളത് ഞാൻ പ്രത്യേകം ഓർപ്പിക്കട്ടെ. ഇവിടെ പ്രാരംഭത്തിൽ വായിച്ച വേദഭാഗം ഞാൻ അവിടെ നിന്ന് ഒരു കാര്യം ഒന്ന് അടർത്തിയെടുത്തോട്ടെ. 1 തെസ്സലോനിയർ 5-ാം അധ്യായത്തിൽ ഏറിയ പങ്ക് വിശ്വാസികളും കരുതിയിരിക്കുന്ന പോലെ കർത്താവിൻ്റെ നാള് കള്ളനെന്ന പോലെ വരും എന്ന് കരുതിയിരിക്കുകയാണ്. അങ്ങനെയാണല്ലോ ഇവിടെ പറയുന്നതെന്ന് നിങ്ങളും പലരും ചിന്തിച്ചേക്കാം. നമ്മൾ ആ വേദഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. 1 തെസ്സലോനിയർ 5-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ ആരംഭഭാഗത്തിൽ, സഹോദരന്മാരെ, കാലങ്ങളെ സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതിയറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രി വരുമ്പോൾ കർത്താവിൻ്റെ നാൾ വരുന്നു. യേശുക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ച് പറയുകയാണ്. ഏറിയ പങ്ക് ക്രിസ്ത്യാനികളും കരുതിയിരിക്കുന്നത് യേശുക്രിസ്തു കള്ളനെ പോലെ വരും. എന്നാൽ താഴോട്ട് വായിക്കണം. അതിൻ്റെ 4-ാം വാക്യത്തിൽ, എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളനെന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. സഹോദരി സഹോദരന്മാരെ, ആ വാക്യം കണ്ടോ? ആർക്കാണ് കർത്താവിൻ്റെ വരവ് കള്ളനെ പോലെ സംഭവിക്കുന്നത്? ഇരുട്ടിലുള്ളവർക്കാണ്. വെളിച്ചത്തിലുള്ളവർക്ക് അങ്ങനെ സംഭവിക്കില്ലേ. ഞാനും നിങ്ങളും ആരാണ്? അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാണ്. ഈ ലോകത്തിൻ്റെ ജനത്തിന്, അവർക്ക് കർത്താവിൻ്റെ വരവ് കള്ളനെ പോലെ സംഭവിക്കുമ്പോൾ തൻ്റെ ജനത്തിന് അത് സംഭവിക്കില്ല എന്ന് വളരെ വ്യക്തമായി ദൈവവചനം ഓർപ്പിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ 1-ാം വരവ്, പ്രിയപ്പെട്ട നിങ്ങളോട് പറയട്ടെ, അവൻ്റെ 1-ാം വരവിൽ ഏതാണ്ട് 300 പ്രവചനങ്ങൾ അവൻ്റെ മരണ പുനരുത്ഥാനത്തുള്ള ബന്ധത്തിൽ നിവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഞാനതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ലേ. ഏതാണ്ട് 300 പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെട്ടു. കർത്താവിൻ്റെ 2-ാം വരവ് ലോകത്തിലാകമാനം അനേക പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശിഷ്യഗണങ്ങൾ ചോദിച്ചു, നാഥാ, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവ് തിരുമായി പൊഴിഞ്ഞ് പറഞ്ഞത് നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം തരുന്ന പ്രേരണയ്ക്കനുസരിച്ച് ആ വിഷയം നമുക്ക് ശ്രദ്ധിക്കാം. എന്നാൽ ഒരു കാര്യം കൂടെ ഞാനൊന്ന് ഓർപ്പിച്ചോട്ടെ. മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായം, പരീശന്മാരും സദൂക്യരും കർത്താവിൻ്റെ അടുക്കൽ വന്നു. അവനോട് ഒരടയാളം വേണം എന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്ക് പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. 16-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. അനന്തരം പരീശന്മാരും സദൂക്യരും അടുക്ക വന്നു. ആകാശത്തു നിന്നൊരടയാളം കാണിച്ചിടണമെന്ന് അവരെ പരീക്ഷിച്ച് ചോദിച്ചു. അവരോട് അവൻ ഉത്തരം പറഞ്ഞത്, സന്ധ്യാസമയത്ത് ആകാശം ചുവന്ന് കണ്ടാൽ നല്ല തെളിവാകും എന്നും രാവിലെ ആകാശം മൂടി ചുവന്ന് കണ്ടാൽ ഇന്ന് മഴക്കോൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ പറയുന്നു.
ആകാശത്തിൻ്റെ ഭാവം വിവേചിപ്പാൻ നിങ്ങൾക്കറിയാം. എന്നാൽ കാലലക്ഷണങ്ങളെ വിവേചിപ്പാൻ കഴിയുകയില്ലയോ? ആ ഭാഗമൊന്ന് ശ്രദ്ധിച്ചാട്ടെ. ആകാശത്തിൻ്റെ നിറവ്യത്യാസം നോക്കി കാലാവസ്ഥ കൃത്യമായി നിങ്ങൾ പ്രവചിക്കുന്നു, അത് ശരിയാണ്. എന്നാൽ കാലലക്ഷണങ്ങളെ വിലയിരുത്താൻ വിവേചിപ്പാൻ കഴിയില്ലയോ? Can't you not discern the times? നിങ്ങൾ ജീവിക്കുന്ന കാലയളവിനെ വിലയിരുത്തിക്കൂടെ? അവർക്ക് മനസ്സിലായില്ലേ? ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവിൻ്റെ ഒന്നാം വരവ് അനേക പ്രവചനങ്ങൾ നിവർത്തിച്ചുകൊണ്ടാണ് വന്നത്. യേശുക്രിസ്തു എന്ന് ക്രൂശിക്കപ്പെടുമെന്ന് ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം വായിച്ചാൽ മനസ്സിലാകും. അവിടെ വായിക്കുന്നുണ്ട്, 69 ആഴ്ചവട്ടം കഴിയുമ്പോൾ അഭിഷിക്തൻ ഛേദിക്കപ്പെടും. അർത്ഥശഷ്ട രാജാവ് യെരൂശലേം പട്ടണം പണിയുവാൻ കൽപ്പന കൊടുത്തത് മുതൽ 69 ആഴ്ചവട്ടം 483 വർഷം കൃത്യമായി കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. പഴയ നിയമ ഏടുകളിൽ അവനെന്ന് ക്രൂശിക്കപ്പെടുമെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ രണ്ടാം വരവ് വലിയൊരു സംഭവമാണ്. പ്രവചനത്തിൻ്റെ കാതല് ഹൃദയമെന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയാണ്. പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്കത് കളനെന്ന പോലെ സംഭവിക്കില്ലേ? നിങ്ങൾക്ക് കാലങ്ങളെ വിലയിരുത്തിക്കൂടെ? ആമോസിന്റെ പുസ്തകം 3-ാം അധ്യായത്തിലെ 7-ാം വാക്യം ഞാൻ എടുത്ത് വായിക്കാതെ പറഞ്ഞു പോകട്ടെ. തൻ്റെ പ്രവാചകന്മാരായ ദാസന്മാർക്ക് തൻ്റെ രഹസ്യം വെളിപ്പെടുത്താതെ യഹോവയായ ദൈവം ഒരു കാര്യവും ചെയ്യില്ല. തൻ്റെ പ്രവാചകന്മാരായ ദാസന്മാർക്ക് തൻ്റെ രഹസ്യം വെളിപ്പെടുത്തിയ ദൈവം ചെയ്യുകയുള്ളൂ. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സംഭവം നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരവാണ്. ഈ മടങ്ങി വരവ് അടുത്തു കഴിഞ്ഞു. ഒരു വാക്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ആമുഖമായി പറയാനുള്ളത് വിടുകയാണ്. എൻ്റെ മനസ്സിൽ പ്രേരണ തോന്നുന്നു ആ വാക്യം കൂടെ പറയാൻ. എബ്രായലേഖനം 10-ാം അധ്യായം നോക്കിക്കാട്ടെ. എബ്രായലേഖനം 10-ാം അധ്യായം, അവിടെ ചിലർ ചെയ്യുന്ന പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷയെ വിചാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് 10-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൻ്റെ അവസാനം നോക്കിക്കേ. എബ്രായലേഖനം 10-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൻ്റെ അവസാനം, നാൾ സമീപിക്കുന്നെന്ന് കാണും തോറും അത് അധികമായി ചെയ്യണം. ദൈവജനത്തിന് ആഹ്വാനം കൊടുക്കുകയാണ്. നാൾ സമീപിക്കുന്നെന്ന് നിങ്ങൾക്കറിയാം. ഓ പ്രിയപ്പെട്ട എൻ്റെ കേൾവിക്കാരോട്, ഈ ദേശവാസികളോട് ഞാൻ പറയട്ടെ, കർത്താവ് മടങ്ങി വരാറായി. യേശുക്രിസ്തു വേഗം വരുന്നു. ഞാനൊന്നും കൂടെ ഊന്നി പറയട്ടെ, എനിക്ക് പരിമിതമായ സമയമാണ്. 3 ദിവസം 3 മണിക്കൂർ കിട്ടും, അത്രയേ ഉള്ളൂ. നിങ്ങൾ എനിക്ക് ചില ദിവസങ്ങൾ തന്നിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ തെളിയിച്ചു തന്നേനെ. ഈ തലമുറ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിന് വേണ്ടി ഒരുക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, നൂറ്റാണ്ടുകളായി നിവർത്തിക്കപ്പെടാതെ കിടന്ന പ്രവചനങ്ങൾ എന്തുകൊണ്ട് ഈ തലമുറയിൽ നിവർത്തിക്കപ്പെടുന്നു? കർത്താവിൻ്റെ വരവിന് വേണ്ടി ഈ തലമുറ ഒരുക്കപ്പെടുകയാണ്. ദാനിയേൽ ഇങ്ങനെ വെളിപ്പെടുത്തി, ഈ പ്രവചനങ്ങളെ അന്ത്യകാലം വരെ അടച്ചു മുദ്രയിടണം. അന്ത്യകാലത്ത് അനേകർ വായിച്ച് ജ്ഞാനം വർദ്ധിക്കും. ദുഷ്ടന്മാരിൽ ആരും തിരിച്ചറിയില്ല, ബുദ്ധിമാന്മാർ ഗ്രഹിക്കും. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാർക്ക് ഗ്രഹിക്കാൻ കഴിയും. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരട്ടെ. യേശുക്രിസ്തു വരാറായെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇസ്രായേൽ രാഷ്ട്രമാണ്. കഴിഞ്ഞ രാത്രി ഞാനത് പ്രസംഗിപ്പാനായിട്ട് ആരംഭിച്ചു. എനിക്കിവിടെ നിന്നുകൊണ്ട് പല ദിവസങ്ങൾ പ്രസംഗിക്കാം, പല ദിവസങ്ങൾ ആ ഒരു വിഷയത്തെ സംബന്ധിച്ച്. ഞാനതിൽ പ്രസക്തമായത് മാത്രം ചൂണ്ടിക്കാണിക്കട്ടെ. കഴിഞ്ഞ രാത്രിയിൽ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന് 32-ാം വാക്യത്തിൽ നിന്ന് ലോക ജനതയെ ദൈവം 3ആയി തിരിച്ചിട്ടുണ്ട്. യഹൂദൻ, യവനൻ അല്ലെങ്കിൽ ജാതികൾ,
ദൈവസഭ. ഞാനും നിങ്ങൾ രക്ഷിക്കപ്പെട്ടവര് ദൈവസഭയുടെ അംഗങ്ങളാണ്. പഴയ നിയമ ഏടുകളിൽ അബ്രഹാമിനെ വേർതിരിച്ച ശേഷം യഹൂദനെന്നും യവനനെന്നും അല്ലെങ്കിൽ യഹൂദനെന്നും ജാതികളെന്നും രണ്ട് കൂട്ടരേ ഉള്ളൂ. കർത്താവിൻ്റെ മരണപുനരുത്ഥാന ശേഷം യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും രക്ഷിക്കപ്പെട്ടവരെ ഒരു പ്രത്യേക കൂട്ടമാക്കി പണിയുകയാണ്. അവരാണ് ദൈവസഭ. ദൈവസഭയുടെ പണി നടക്കുമ്പോൾ യഹൂദനോട് ദൈവം ഇടപെടുന്നില്ല. ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ലേ. എന്നാൽ ഒരു വാക്യം ഒന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. റോമാലേഖനം 11-ാം അധ്യായത്തിൽ നിന്ന് കഴിഞ്ഞ രാത്രി നമ്മൾ ഓർത്തു. അതിൻ്റെ ഒരു ഭാഗമേ ഞാൻ ചൂണ്ടിക്കാണിച്ചുള്ളൂ. റോമാലേഖനം 9, 10, 11 ഈ 3 അധ്യായങ്ങൾ യഹൂദനെ കുറിച്ച് പറയുന്ന അധ്യായങ്ങളാണ്. റോമർ 9, 10, 11 ഈ 3 അധ്യായങ്ങൾ. അതിൽ 11-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിൻ്റെ 15-ാം വാക്യം നോക്കിയാട്ടെ. റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. അവരുടെ ഭ്രംശം. ആരുടെ ഭ്രംശമാണ്? യഹൂദന്റെ ഭ്രംശം. അവരുടെ ഭ്രംശം ലോകത്തിന് നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? ദൈവത്തിന് സ്തോത്രം. പൗലോസ് പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. അവരുടെ ഭ്രംശം. കഴിഞ്ഞ രാത്രി നമ്മൾ വിശദമായി കണ്ടു. യഹൂദനെ തള്ളിക്കളഞ്ഞപ്പോൾ ജാതികളിലേക്ക് ദൈവം തൻ്റെ കരങ്ങൾ നീട്ടി. ജാതികളിൽ നിന്ന് ഒരു ജനത്തെ തന്റെ നാമത്തിനായി വേർതിരിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അപ്പോസ്തലപ്രവൃത്തി 18-ാം അധ്യായം നമ്മൾ കണ്ടു. അവിടെ വായിക്കുന്നുണ്ട്, അനന്തരം after this I will rebuild the fallen tabernacle of David. വീണുപോയ ദാവീദിന്റെ കൂടാരങ്ങളെ ഞാൻ പണിയുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ, ജാതികളിൽ നിന്നൊരു ജനത്തെ എടുക്കുന്നു, അതിൻ്റെ പണി പൂർത്തീകരിക്കണം. അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ വായിച്ചാൽ മതി. ഞാൻ എടുത്ത് വായിക്കുന്നില്ല. എന്നാൽ ഞാനൊന്ന് ഓർപ്പിച്ചു കൊള്ളട്ടെ. അവരുടെ ഭ്രംശം യഹൂദനെ തള്ളിക്കളഞ്ഞപ്പോൾ, നമ്മൾ ഓർക്കണം, നമ്മുടെ കർത്താവ് വന്നത് യഹൂദന്റെ മധ്യത്തിലാണ്. ശിഷ്യന്മാരെ പറഞ്ഞയച്ചത് അവിടോട്ടാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, മത്തായി 22-ൽ കർത്താവ് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് വീണ്ടും വീണ്ടും ദാസന്മാരെ അയച്ചു. അവസാനം തൻ്റെ ദാസന്മാരുടെ ക്ഷണം തിരസ്കരിക്കുക മാത്രമല്ല, അവരെ കൊല്ലുവാനും തുടങ്ങി. നമ്മൾ കണ്ടു, സ്തെഫാനോസിനെ കൊന്നു, യാക്കോബിനെ കൊന്നു. രാജാവ് കോപിച്ചു, സൈന്യങ്ങളെ അയച്ചു, ആ കുലപാതകന്മാരുടെ പട്ടണം മുടിച്ചു. AD 70-ൽ റോമൻ സൈന്യം കടന്നുപോയി. യെരുശലേം ചുട്ട് ചാമ്പലാക്കുന്നത് ദൈവം അനുവദിച്ചിട്ടാണ്. അവരുടെ ഭ്രംശം യഹൂദനെ തള്ളിക്കളഞ്ഞപ്പോൾ casting of them has brought reconciliation to the world. ലോക ജനതയ്ക്ക് രക്ഷയുടെ കാരണമായി. എന്നാൽ അടുത്ത ഭാഗം ശ്രദ്ധിക്കുക. പൗലോസ് പറഞ്ഞ 2-ാം ഭാഗം നോക്കുക. എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? മരിച്ചവരെപ്പോഴാണ് ഉയർക്കുന്നത്? കർത്താവിൻ്റെ മധ്യാകാശ വരവിലാണ്. തെസ്സലോനിക്ക ലേഖനത്തിൽ വായിക്കുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടുകൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവരോടൊത്ത് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിലേക്ക് എടുത്തുകൊള്ളപ്പെടും. മരിച്ചവരുടെ ഉയർപ്പിനാണ് ഈ യഹൂദൻ വീണ്ടും മടങ്ങി വന്നിരിക്കുന്നത്. അവരുടെ ഭ്രംശം ലോകത്തിന് നിരപ്പിന് കാരണമായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പിനല്ലാതെ എന്താകും? ഞാനല്ല പറയുന്നത്, ദൈവവചനം പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു വാക്യം കൂടി ഞാൻ വായിച്ചിട്ട് ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് പോകാം. യെശയ്യാ പ്രവചനം 11-ാമത്തെ അധ്യായം നോക്കിക്കാട്ടെ. ഈ ലോകത്തിൻ്റെ 4 കോണിൽ നിന്നും യഹൂദനെ മടക്കിക്കൊണ്ടിരുന്ന കാര്യം പറയുകയാണ്. അതിൻ്റെ 11 തൊട്ടുള്ള വാക്യം. അന്നാളിൽ കർത്താവ് തൻ്റെ ജനത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ അശൂരിൽ നിന്നും, മിസ്രൈമിൽ നിന്നും, പത്രോസിൽ നിന്നും, കൂശിൽ നിന്നും, ഏലാമിൽ നിന്നും,
ഷീനാറിൽ നിന്നും ഹാമാത്തിൽ നിന്നും സമുദ്രത്തിലെ ദ്വീപുകളിൽ നിന്നും വീണ്ടുകൊള്ളുവാൻ രണ്ടാം പ്രാവശ്യം കൈ നീട്ടും. ഇവിടെ ഒരു കാര്യം മാത്രം ഞാൻ പറയട്ടെ, ഓരോ സ്ഥലങ്ങളും എനിക്ക് വിശദീകരിക്കാം. നമ്മുടെ കർത്താവ് പറഞ്ഞു, അത് സംഭവിക്കുന്നതിന് 40 വർഷം മുമ്പ് പറഞ്ഞു, നിങ്ങൾ വാളിന്റെ വായ്ത്തലാൽ വീഴും, സകല ജാതികളിലേക്ക് നിങ്ങൾ ബദ്ധരായി പോകും. ഇവിടെ നോക്കുക, അവരെ വീണ്ടും രണ്ടാമത് കൂട്ടിവരുത്തുകയാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നു 11-ാം വാക്യത്തിന്റെ അവസാനം, ദ്വീപുകളിൽ നിന്ന് വീണ്ടുകൊള്ളുവാൻ രണ്ടാം പ്രാവശ്യം കൈനീട്ടും. അടുത്തതാണ് എന്നെ ചിന്തിപ്പിച്ചത്. അവൻ ജാതികൾക്ക് ഒരു കൊടിയുയർത്തി ഇസ്രായേലിന്റെ പുരുഷന്മാരെ ചേർക്കുകയും യഹൂദയുടെ ചെതറിപ്പോയവരെ ഭൂമിയുടെ 4 ദിക്കിൽ നിന്ന് ഒന്നിച്ചു കൂട്ടുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. എൻ്റെ പ്രിയ കേൾവിക്കാരോട് പറയട്ടെ, ഈ വചനമൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ വായിക്കുന്നത് എന്താണ്? അവൻ ഭൂമിയുടെ 4 ദിക്കിൽ നിന്നും അവരെ കൂട്ടുന്നു. കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞു, ഏതാണ്ട് 130 രാജ്യത്ത് നിന്ന് ദൈവം അവരെ കൂട്ടിക്കൊണ്ടുവന്നു. 130 രാജ്യം. കൊച്ചിയിൽ നിന്നുള്ളവർ പോയി. 10 പേരിൽ കൂടുതൽ ഇനി അവിടെ ഇല്ലേ. കൊച്ചിയിൽ കിടന്ന യഹൂദനൊക്കെ പോയി. മാളയിലും കൊടുങ്ങല്ലൂരും പറവൂരിലും ചേന്നമംഗലത്തും ഒക്കെ യഹൂദന്മാരുണ്ടായിരുന്നു. ഞാൻ അവിടെയൊക്കെ പോകാറുണ്ട്. അവിടെയൊന്നും ഇന്ന് യഹൂദനില്ല. കൊച്ചിയിൽ ഏതാണ്ട് ഒരു 10 പേരിൽ കൂടുതലില്ല. ബാക്കിയുള്ളവരൊക്കെ പോയി. ലോകത്തിന്റെ 130 രാജ്യത്ത് നിന്ന് ദൈവം രണ്ടാമത് അവരെ മടക്കി വരുത്തി. പക്ഷേ ഇവിടെ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ജാതികൾക്കൊരു കൊടി ഉയർത്തുകയാണ്. ഇംഗ്ലീഷിൽ വായിച്ചാൽ the Lord has laid up a banner for the nation. ദൈവം രാഷ്ട്രങ്ങൾക്കൊരു ബാനർ കിളത്തി. എന്താ ബാനർ? എൻ്റെ പുത്രൻ മടങ്ങി വരുന്നു, എൻ്റെ പുത്രൻ രാജ്യം സ്ഥാപിക്കാൻ മടങ്ങി വരുന്നു. ഞാൻ ഇവിടം പറഞ്ഞങ്ങ് വിടട്ടെ. എൻ്റെ മനസ്സിൽ പല വാക്യങ്ങൾ വരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരോട് ആത്മാർത്ഥമായി ഞാനൊന്നുകൂടെ പറഞ്ഞു പോകട്ടെ. യഹൂദൻ ദൈവം നൽകിയ ഏറ്റവും വലിയ അടയാളമാണ്, ഏറ്റവും വലിയ തെളിവാണ്. സഭയുടെ പണി പൂർത്തീകരിച്ചിട്ട് സഭയെ ഇവിടെ നിന്ന് മാറ്റുമ്പോൾ യഹൂദനോട് ദൈവം ഇടപെടാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അവനെ മടക്കി വരുത്തിയിരിക്കുന്നത്. എന്നാൽ ഇനിയുള്ള ഭാഗം ഒരു പുതിയ വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇന്ന് ലോകത്തിൽ ഒരു വലിയ പ്രശ്നം ഉയരുകയാണ്. അതായത് യഹൂദൻ എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളൊക്കെ എതിർക്കുന്ന, ഇഷ്ടമില്ലാത്ത, വൈരാഗ്യമുള്ള അല്ലെങ്കിൽ എതിർപ്പുകളുള്ള, ശത്രുതയുള്ള ഒരു രാജ്യമാണ്. നമ്മൾ കണ്ടു, എന്നും യുദ്ധമാണ്. യുദ്ധമല്ലാതെ വേറെ ഒന്നുമില്ല. എല്ലാ യുദ്ധങ്ങളിലും അവർ ജയിക്കുന്നു എന്നുള്ളത് സത്യമാണ്. യഹൂദൻ ലോകത്തിൽ ഒരു തലവേദനയായി മാറി. എന്നാൽ ഈ യഹൂദൻ യേശുക്രിസ്തുവിനെ വേണ്ടാന്ന് പറഞ്ഞു. ഈ യഹൂദന്റെ വായ് കൊണ്ട് യേശുക്രിസ്തുവിനെ അംഗീകരിക്കാതെ യേശുക്രിസ്തു മടങ്ങി വരില്ല. എന്താ ഞാൻ പറയുന്നതെന്ന് ചോദിക്കും. നമ്മുടെ കർത്താവിന്റെ വരവ് 2 ഘട്ടമാണ്. ഒന്ന് രഹസ്യവരവ്, മധ്യാകാശത്ത് തന്നെ ജനത്തെ ചേർക്കാൻ വരും. 7 വർഷം കഴിയുമ്പോൾ മഹത്വ പ്രത്യക്ഷത, രാജാതി രാജാവായി തേജസ്സോടെ ഭൂമിയിൽ രാജാവായി ഇറങ്ങി വരും. കർത്താവിന്റെ 2ാം വരവ് 2 ഘട്ടമാണ്, രഹസ്യവരവും പരസ്യവരവും. എന്നാൽ നമ്മുടെ കർത്താവ് 2ാമത് മഹത്വ പ്രത്യക്ഷത, അവൻ രാജാവായി ഭൂമിയിൽ മടങ്ങി വരണമെങ്കിൽ യഹൂദന്മാർ ഒരിക്കൽ പറഞ്ഞു, ഞങ്ങൾക്ക് അവനെ വേണ്ട, അവനെ ക്രൂശിക്ക, ഞങ്ങൾക്ക് ബറബ്ബാസിനെ മതിയെന്ന് പറഞ്ഞു. ആ വായ് കൊണ്ട് അവർ ഏറ്റുപറയണം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നോക്കാം. 2 വാക്യമെടുക്കാം. നമ്മുടെ കർത്താവ് പറഞ്ഞൊരു വാക്യം ആദ്യം നോക്കാം. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം നോക്കിക്കാട്ടെ. മത്തായിയുടെ സുവിശേഷം 23-ാമത്തെ അധ്യായം
അതിൻ്റെ 38, 39 വാക്യം. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 38, 39 വാക്യം. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുവോളും നിങ്ങൾ ഇനി എന്നെ കാണില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശുക്രിസ്തു നേരിട്ട് പറഞ്ഞതാണ്. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ പറയണം. നിങ്ങളത് പറയാതെ ഇനി നിങ്ങൾ എന്നെ കാണില്ല. ഞാൻ ഇസ്രയേലിൽ 10 പ്രാവശ്യമെങ്കിലും സന്ദർശിച്ചിട്ടുണ്ട്. ഞാൻ ഇസ്രയേൽ എനിക്ക് വളരെ പരിചയമുള്ളൊരു സ്ഥലമാണ്. 50 വർഷത്തിൽ കൂടുതൽ അവരുടെ ചരിത്രം ബൈബിളിൽ നിന്ന് ഞാൻ പഠിക്കുകയും ആ പ്രദേശത്ത് നടന്ന് 10 പ്രാവശ്യമെങ്കിലും അതിലെ നടന്ന് ഞാൻ ആ സ്ഥലം കണ്ടിട്ടുള്ളൊരു വ്യക്തിയാണ്. പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ക്രിസ്ത്യാനികൾ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച യഹൂദന്മാർ 1% അല്ലെങ്കിൽ 2% ഉള്ളൂ. യേശുക്രിസ്തുവിൽ അവർക്ക് വിശ്വാസമില്ലേ? 1% അല്ലെ 2%, അതിൽ കൂടുതലില്ല. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരുടെ പേരാണ് മശിഹാനിക് ജൂസ്. ക്രിസ്തുവിനെ മശിഹായിട്ട് കണ്ടവര് വളരെ ചുരുക്കമാണ്. ഇസ്രയേലിൽ ഞാൻ ഇത്രയും നാൾ യാത്ര ചെയ്തിട്ട് ഒരാളെ പോലും കാണാൻ ഒത്തിട്ടില്ല. മാത്രമല്ല, അവര് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഏതാണ്ട് 50% നിരീശ്വരന്മാരാണ്. ഏകസത്യ ദൈവത്തെക്കുറിച്ച് പഠിപ്പിച്ച യഹൂദന്മാർ കഴിഞ്ഞ 2000 വർഷത്തെ പീഡ കൊണ്ട് അവരിൽ 50% നിരീശ്വരന്മാരായി. 80% വെറും ഭൗമികവാദികളാണ്, സെക്കുലറാണ്. പിന്നെ എങ്ങനെ യേശുക്രിസ്തുവിനെ സ്വീകരിക്കും? ഒന്നുകൂടെ ഞാൻ പറയാം, ക്ഷമിക്കണേ. ഈ സ്റ്റേജിൽ നിന്ന് പരസ്യമായി പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സ്വവർഗഭോഗികളുടെ തലസ്ഥാനം, ഗേ പീപ്പിളിന്റെ തലസ്ഥാനം, ലോക ക്യാപിറ്റൽ ഏതാണെന്നറിയാമോ? ടെൽ അവീവ്, ഇസ്രയേലിന്റെ ക്യാപിറ്റലാണ്. നിങ്ങളൊന്ന് ആലോചിച്ചേ. ഞാൻ വേണേ ഒരു വാക്യം കാണിക്കാം. വെളിപ്പാട് പുസ്തകം എന്നെടുത്താട്ടെ, അതിൻ്റെ 11-ാമത്തെ അധ്യായം. ഞാൻ ഈ പറഞ്ഞത് ബൈബിളിൽ നിന്ന് കാണിക്കാം. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം, അതിൻ്റെ 8-ാമത്തെ വാക്യം. 2 പ്രവാചകന്മാർ സഭ മാറ്റപ്പെട്ട ശേഷം ഇവിടെ വരും. ഞാൻ വിശ്വസിക്കുന്നു അത് മോശയും ഏലിയാവുമാണ്. അവരുടെ ശവം ആ യെരുശലേമിന്റെ തെരുവീതിയിൽ കിടക്കും 3.5 ദിവസം. അവരെ കൊന്നിടും അന്തിക്രിസ്തു. അവർ കിടക്കുന്നത്, പറയുന്ന വാക്ക് നോക്കിയാട്ടെ, 11-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മികമായി സോദോം എന്നും മിസ്രയീം എന്നു പേരുള്ള മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. കർത്താവ് ക്രൂശിക്കപ്പെട്ട സ്ഥലം യെരുശലേമിന് പേര് പറയുകയാണ്. ആത്മികമായി സോദോം, മിസ്രയീം. സോദോം എന്ന് പറയുന്നത് അസാൻമാർഗികത്വം, മിസ്രയീം എന്ന് പറയുന്നത് ലോകമയത്വം. ഞാൻ പറഞ്ഞില്ലേ, ലോകത്തിലുള്ള സ്വവർഗഭോഗികളുടെ തലസ്ഥാനമാണ് ഇസ്രയേലിന്റെ തലസ്ഥാനമായി ടെൽ അവീവ്. ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ കർത്താവ് മത്തായി 23 എന്താ പറഞ്ഞേ? കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവെന്ന് നിങ്ങൾ പറയുവോളും നിങ്ങൾ ഇനി എന്നെ കാണില്ല. യേശുക്രിസ്തുവിനെ യഹൂദൻ തിരിച്ചറിയണമെങ്കിൽ, കാണണമെങ്കിൽ, കർത്താവ് മടങ്ങി വരണമെങ്കിൽ യഹൂദൻ അംഗീകരിക്കണം. എങ്ങനെ സാധിക്കും? ഞാനൊരു വാക്യം യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു എടുത്തു കാണിക്കട്ടെ. യെശയ്യാ പ്രവചനം 43-ാമത്തെ അധ്യായം എടുത്ത് അവരുടെ ആത്മിക നിലവാരം ഇവിടെ പറയുന്നുണ്ട്. യെശയ്യാ പ്രവചനം 43-ാമത്തെ അധ്യായം. അവിടെ യഹൂദന്റെ ആത്മിക നിലവാരം അവരെ കൂട്ടിവരുത്തി. രണ്ടാമത് എങ്ങനെയാണ് അവരെ കൂട്ടിവരുത്തിയിരിക്കുന്നത്? അതിൻ്റെ യെശയ്യാ പ്രവചനം 43-ാം അധ്യായത്തിൻ്റെ 5 തൊട്ട് 8 വരെയുള്ള വാക്യം വേണം വായിക്കാൻ. 5 തൊട്ട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. നിന്റെ സന്ധിതയെ കിഴക്ക് നിന്ന്, പടിഞ്ഞാറ് നിന്ന്, വടക്ക് നിന്ന്,
തെക്ക് നിന്നൊക്കെ കൂട്ടിച്ചേർക്കുന്ന കാര്യമാണ്. എന്നാൽ അതിൻ്റെ എട്ടാം വാക്യം നോക്കിയാട്ടെ. കണ്ണുണ്ടായിട്ട് കുരുടന്മാരും ചെവിയുണ്ടായിട്ട് ചെകിടന്മാരായും ഇരിക്കുന്ന ജനത്തെ പുറപ്പെടുവിച്ചു കൊണ്ടുവരുവിൻ. ഇവരുടെ ആത്മിക നിലവാരം കണ്ണുണ്ടായിട്ട് കുരുടന്മാർ, ചെവിയുണ്ടായിട്ട് ചെകിടന്മാർ. ആത്മിക കുരുടരും ആത്മിക ചെകിടരും. ഞാൻ ഓർക്കാറുണ്ട്, ഈ പഴയ നിയമ ഏടുകളൊക്കെ അവരുടെ കയ്യിലിരിക്കുകയല്ലേ. യെശയ്യാ 52, 53 വായിച്ചാൽ കഷ്ടപ്പെടുന്ന ക്രൂശിക്കപ്പെടുന്ന കർത്താവിനെ കാണാം. ദാനിയേൽ 9 വായിച്ചാൽ യേശുക്രിസ്തു എന്ന് ക്രൂശിക്കപ്പെടുമെന്ന് കാണുന്നുണ്ട്. സങ്കീർത്തനങ്ങളിൽ 22 കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ വരച്ചു കാണിക്കുന്നുണ്ട്. ഇവർക്ക് എന്തുകൊണ്ട് തിരിച്ചറിയാൻ കഴിയുന്നില്ല? ഞാൻ ഒരു പ്രാവശ്യം യെരൂശലേമിലെ വിലാപമതിൽ അവിടെ ചെന്നു. അന്ന് ചെന്നപ്പോൾ അവിടെ യഹൂദന്മാരിങ്ങനെ പഴയ നിയമം വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറുപ്പക്കാരൻ പഴയ നിയമം വായിക്കുന്നു. ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, നീ എന്താണ് വായിക്കുന്നത്? അവൻ എന്നോട് പറഞ്ഞു, ദാവീദിൻ്റെ ഗീതമാണ്. എനിക്ക് മനസ്സിലായി, സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനങ്ങളിൽ കർത്താവിനെ അവന് കണ്ടുകൂടെ? കാണാൻ നിവൃത്തിയില്ല. ആത്മിക ചെകിടനും ആത്മിക കുരുടനുമായി യേശുക്രിസ്തുവിനെ എങ്ങനെ സ്വീകരിക്കും? യേശുക്രിസ്തുവിനെ അംഗീകരിക്കാതെ ക്രിസ്തു വരില്ല. ഞാനൊരു വാക്യം കൂടെ വായിക്കാം. അവിടെ ക്രിസ്തുവിനെ അവർ എങ്ങനെ സ്വീകരിക്കുമെന്നതിൻ്റെ രഹസ്യം നമുക്ക് കാണാൻ കഴിയുന്നു. ഹോശേയ പ്രവചനം ഒന്ന് എടുത്താട്ടെ. ഹോശേയ പ്രവചനം, പ്രവാചകൻ മുമ്പ് കൂട്ടി പറഞ്ഞ ഒരു വാക്യം വളരെ പ്രാധാന്യത അർഹിക്കുന്നു. നമുക്കവിടെ നോക്കാം. ഹോശേയ പ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. യേശുക്രിസ്തു പ്രവചനാത്മാവിൽ ഈ ജനത്തോട് പറയുകയാണ്. ഹോശേയാവ് 5:15. അവർ കുറ്റമേറ്റു പറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തിലിരിക്കും. കഷ്ടതയിൽ അവരെന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. ആ വാക്കുണ്ടോ? യേശുക്രിസ്തു ഇവിടുന്ന് വന്ന് സ്വർഗത്തിൽ നിന്ന് അവരുടെ ഇടയിലേക്ക് വന്നു. ഇവിടെ പറയുന്ന കണ്ടോ? അവർ കുറ്റമേറ്റു പറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കണം. എന്നെ വേണ്ടാന്ന് പറഞ്ഞില്ലേ? എന്നെ ക്രൂശിക്കാൻ പറഞ്ഞില്ലേ? അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെന്ന് അവർ കരഞ്ഞില്ലേ? അവർ കുറ്റമേറ്റു പറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുന്നത് വരെ ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തിലിരിക്കും. സ്വർഗത്തിൽ നിന്ന് മണ്ണ കർത്താവ് മടങ്ങിപ്പോയി. മരിച്ചുയർത്തവൻ സ്വർഗത്തിലേക്ക് പോയി. 110-ാം സങ്കീർത്തനം പിതാവായ ദൈവം അവനോട് പറഞ്ഞു, നീ എൻ്റെ പുത്രൻ, എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക. നിന്റെ ശത്രുക്കൾ നിന്റെ പാദപീഠമാകുവോളം എൻ്റെ വലത്ത് ഭാഗത്തിരിക്കാൻ പറഞ്ഞു. പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ശത്രുക്കൾ പാദപീഠമാകുന്നത് വരെ പുത്രൻ ഇരിക്കുകയാണ്. ഈ വാക്യം കണ്ടോ? എന്ന് വരെയാണ് കർത്താവ് അവിടെ ഇരിക്കുന്നത്. ആ വാക്യത്തിൽ വീണ്ടും ഒരു രഹസ്യമുണ്ട്. അവർ കുറ്റം ഏറ്റുപറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുന്നത് വരെ യഹൂദൻ അവർ കുത്തിവെങ്കിലേക്ക് നോക്കണം. അവർ പറയണം, ഞങ്ങളുടെ മശിയെ ഞങ്ങൾ കൊന്നു. അവർ കരയണം, അതുവരെ ഞാൻ അവിടെ പോയിരിക്കും. എന്നാൽ അടുത്തായിട്ട് അവിടെ പറഞ്ഞു കണ്ടോ, കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. അവരെപ്പോഴാണ് എന്നെ അന്വേഷിക്കുന്നത്? കഷ്ടതയിലാണ് അന്വേഷിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇസ്രയേലിൽ നമ്മൾ കണ്ടു, ഇറാനും അമേരിക്കയും ഒക്കെ ഏർപ്പെട്ട യുദ്ധമാണ്. ഞാൻ നാളെ രാത്രി സമയമുണ്ടെങ്കിൽ എടുക്കാം. ഭയാനകമായ ഒരു 3-4 യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ്. ഇസ്രയേലിനെ 3-2 ലോകം കൊന്നുകളയാൻ പോവുകയാണ്. നാളെ ആ രാത്രി ഞാൻ എടുത്ത് കാണിക്കാം. ബൈബിളിൻ്റെ പ്രവചനം ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ മുന്നോടിയാണ് ഇന്ന് കാണുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ നോക്കുക, അവർ കഷ്ടതയിൽ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. നമുക്ക് ഒരു വേദഭാഗത്തിലേക്ക് വരാം. യെരമ്യാ പ്രവചനം ഒന്നെടുത്താട്ടെ. നമ്മുടെ കണ്ണു തുറന്ന് വായിക്കേണ്ട ഒരു വേദഭാഗമാണ്. യെരമ്യാ പ്രവചനം 30. 2500 വർഷം മുമ്പ്
ദൈവം യെരമ്യാ പ്രവാചകനോട് പറഞ്ഞു, ഞാൻ പറയുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി വെക്കണം. എന്താ ദൈവം പറഞ്ഞത്? രണ്ടാം വാക്യം പുസ്തകത്തിൽ എഴുതി വെക്കണം. മൂന്നാം വാക്യം, ഞാൻ ഇസ്രായേലും യഹൂദയുമായ എൻ്റെ ജനത്തിൻ്റെ പ്രവാസം മാറ്റുവാനുള്ള കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാർ കൊടുത്ത ദേശത്തിലേക്ക് അവരെ മടക്കി വരുത്തും, അവർ അതിനെ കൈവശമാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നെ കേൾക്കുന്ന സഹോദരീ സഹോദരന്മാരെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ പ്രവചനം എഴുതി വെക്കാൻ പറഞ്ഞത് ഇന്നേക്ക് 2500 വർഷം മുമ്പാണ്. സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, എൻ്റെ ജനം മടങ്ങി വരുന്നൊരു കാലമുണ്ടാകും. എ ടൈം വിൽ കം. ചരിത്രത്തിൽ ഒരു ദിവസം വരും. വന്നോ? ദൈവം 2500 വർഷം മുമ്പ് നിശ്ചയിച്ച ആ സമയം വന്നോ? നിങ്ങളൊന്ന് മറുപടി പറഞ്ഞേ. ആ സമയം വന്നോ? എൻ്റെ ജനത്തിൻ്റെ പ്രവാസം മാറ്റി അവരുടെ പിതാക്കന്മാർ കൊടുത്ത സ്ഥലത്തിലേക്ക് ഞാൻ അവരെ മടക്കി വരുത്തും എന്ന് ദൈവം പറഞ്ഞു. അത് നടന്നു കഴിഞ്ഞു. ദൈവം അവരെ മടക്കി കൊണ്ടുവന്നു. ഇനിയുള്ള കാര്യമാണ് പറയാനുള്ളത്. ഇനി എന്താ നടക്കേണ്ടത്? ഹോശേയ 5:15 എന്താ വായിച്ചേ? അവരുടെ കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. അടുത്ത ഭാഗം നോക്കിയേ, 4 തൊട്ടുള്ള വാക്യം അവരുടെ കഷ്ടതയെക്കുറിച്ച് പറയുകയാണ്. യഹൂദൻ മടങ്ങി വന്ന ശേഷം ഇനി നടക്കേണ്ടത് എന്താണെന്ന് പറയുന്നു. നോക്കാട്ടെ. യഹോവ ഇസ്രായേലിനെയും യഹൂദയെയും കുറിച്ച് അരുളി ചെയ്ത വചനങ്ങളാവിത്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നാം നടുക്കത്തിന്റെ മുഴക്കം കേട്ടിരിക്കുന്നു. സമാധാനമല്ല, ഭയമത്രേ ഉള്ളത്. പുരുഷൻ പ്രസവിക്കാറുണ്ടോ എന്ന് ചോദിച്ചു നോക്കുവിൻ. ഏത് പുരുഷന് നോവ് കിട്ടിയ സ്ത്രീയെ പോലെ കൈ നടുവിൻ കൊടുത്തിരിക്കുന്നതും ഏത് മുഖവും വിളറിയിരിക്കുന്നത് ഞാൻ കാണുന്നത് എന്ത്? ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്ന കഷ്ടം, അത് യാക്കോബിന് കഷ്ടകാലം തന്നെ. ഇസ്രായേൽ മടങ്ങി വന്ന് കഴിയുമ്പോൾ ദൈവം ചോദിക്കുകയാണ്, പുരുഷൻ പ്രസവിക്കാറുണ്ടോ? പിന്നെ എന്തിനാണ് ഈ പുരുഷന്മാർ എളിക്ക് കൈ കൊടുത്ത് കണ്ണു തുറിച്ച് അന്യോന്യം നോക്കി നിൽക്കുന്നത്? ദൈവം പറയുന്നു, 7-ാം വാക്യം, ആ നാൾ പോലെ വേറെയില്ലാതെ വണ്ണം വലിയതായ കഷ്ടം. ഞാൻ എടുത്ത് വായിക്കാതെ പറഞ്ഞു പോകട്ടെ. മത്തായി 24:21 യേശു ക്രിസ്തു ആ ദിവസത്തെ കുറിച്ച് പറഞ്ഞു, ആ നാൾ പോലെ വേറെയില്ലാതെ വണ്ണം അത് വലുതായ കഷ്ടം, മുമ്പും പിമ്പും തുലനം ചെയ്യുവാനില്ലാതെ വണ്ണം ഭയാനകമായ കഷ്ടം. ഇവിടെയും അത് പറയുന്നു, ആ നാൾ പോലെ വേറെയില്ലാതെ വണ്ണം വലുതായ കഷ്ടം, അത് യാക്കോബിന് കഷ്ടകാലം. എന്താ ഹോശേയ 5:15 വായിച്ചത്? ഓർമ്മയുണ്ടോ? അവരുടെ കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. യഹൂദൻ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നിട്ടില്ല. യഹൂദൻ അവിശ്വാസികളാണ്. കണ്ണുണ്ടായിട്ട് കുരുടന്മാരാണ്, ചെവിയുണ്ടായിട്ട് ചെകിടന്മാരാണ്, ആത്മിക അന്ധന്മാരാണ്, ആത്മിക കുരുടന്മാരാണ്. ദൈവത്തിന്റെ വചനം തിരിച്ചറിയുവാൻ സാധ്യമല്ലാതിരിക്കുന്നു. ആവർത്തന പുസ്തകം 4-ാമത്തെ അധ്യായം മോശെ ഇത് പറഞ്ഞിരുന്നു. ആവർത്തനം 4 അതിന്റെ 30-ാമത്തെ വാക്യം നോക്കി. നീ ക്ലേശത്തിലാകുകയും ഇവയൊക്കെയും നിന്റെ മേൽ വരികയും ചെയ്യുമ്പോൾ നീ ഭാവി കാലത്ത് നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിഞ്ഞ് അവന്റെ വാക്ക് അനുസരിക്കും. മോശ പറയുകയാണ്, നീ ക്ലേശത്തിലാകണം. when you are in tribulation, when you are in distress, നിന്റെ മേൽ ഭയങ്കരമായ കഷ്ടത വരും. അന്ന് ഭാവി കാലം എന്നുള്ള ഇംഗ്ലീഷിൽ വായിച്ചാൽ in the later days യഹോവയുടെ അടുക്കലേക്ക് നീ തിരിയും.
ഇസ്രയേലിനൊരു കഷ്ടകാലം വരുന്നു, യാക്കോബിന് കഷ്ടകാലം. ഈ കഷ്ടകാലം പ്രിയപ്പെട്ട നിങ്ങളോട് ഓർപ്പിക്കട്ടെ, യെരുശലേമിനോടുള്ള ബന്ധത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. എന്താ അങ്ങനെ പറഞ്ഞത്? യഹൂദനെ ദൈവം പറയുന്നത്, നിങ്ങൾ തനി തങ്കമായിരുന്നു. നമുക്കൊരു വാക്യം ഒന്ന് വായിക്കാം, 1-2 വാക്യം. അതായത് എസെക്കിയേൽ പ്രവചനം 22 വാക്യം നോക്കിയേ. ഇന്നത്തെ രാഷ്ട്രീയ ഗതികൾ വിലയിരുത്തുവാൻ ആ വാക്യം നമുക്കൊന്ന് നോക്കാം. എസെക്കിയേൽ പ്രവചനം 22 അധ്യായം നോക്കിക്കാട്ടെ. എസെക്കിയേൽ പ്രവചനം 22. എല്ലാ പ്രിയപ്പെട്ടവരും ഇതൊന്ന് കേൾക്കണേ. ഞാനും നിങ്ങൾ ജീവിക്കുന്ന ഈ നാടുകളിൽ നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന രാഷ്ട്രീയ സംഗതികൾ അവിചാരിതമല്ല. ദാനിയേൽ പറഞ്ഞു, ദുഷ്ടന്മാരിൽ ആരും തിരിച്ചറിയില്ല, ബുദ്ധിമാന്മാർ ഗ്രഹിക്കും. എസെക്കിയേൽ 22:17 തൊട്ടുള്ള വാക്യം, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്നാൽ, മനുഷ്യപുത്ര, ഇസ്രായേൽ ഗൃഹം എനിക്ക് കിട്ടമായി തീർന്നിരിക്കുന്നു. എന്താണതെന്ന് ഞാൻ പറയാം. വിലാപങ്ങളുടെ പുസ്തകം, നമുക്ക് ഈ വാക്യത്തിൽ മടങ്ങി വരാം. വിലാപങ്ങളുടെ പുസ്തകം ഒന്ന് എടുക്കാം. എസെക്കിയേൽ പ്രവചനത്തിൻ്റെ തൊട്ട് മുന്നലെ വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം നോക്കിക്കേ. വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം, അയ്യോ പൊന്നു മങ്ങിപ്പോയി, നിർമ്മല തങ്കം മാറിപ്പോയി. 2-ാം വാക്യം, തങ്കത്തോട് തുല്യരായിരുന്ന സിയോന്റെ വിശിഷ്ടപുത്രന്മാരെ. പ്രവാചകൻ കരയുകയാണ്, ദൈവത്തിൻ്റെ കരച്ചിലാണ്. ഇസ്രായേൽ ആരായിരുന്നു? തനി തങ്കമായിരുന്നു. അവരുടെ പൂർവ്വപിതാക്കന്മാർ തനി തങ്കമായിരുന്നു. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബൊക്കെ തനി തങ്കമായിരുന്നു. തങ്കത്തോട് തുല്യരായിരുന്ന സിയോന്റെ വിശിഷ്ടപുത്രന്മാർ. പൊന്നു മങ്ങിപ്പോയി, നിർമ്മല തങ്കം അതിൻ്റെ മാറ്റുപോയി. മറ്റ് ലോഹങ്ങൾ തങ്കത്തിൽ ചേർന്ന് മാറ്റു കുറഞ്ഞതിൻ്റെ പേരാണ് കിട്ടമായി തീർന്നു എന്നുള്ളത്. അതാണ് എസെക്കിയേൽ 22 നമ്മൾ വായിച്ചത്. മടങ്ങി വരാം. അവിടെ 18-ാം വാക്യം, എസെക്കിയേൽ 22:18, മനുഷ്യപുത്ര, ഇസ്രായേൽ ഗൃഹം എനിക്ക് കിട്ടമായി തീർന്നിരിക്കുന്നു. അവരെല്ലാവരും ഉലയുടെ നടുവിൽ താമ്രവും വെളുത്തിയവും ഇരുമ്പും കറുത്തിയവും തന്നെ. അവർ വെള്ളിയുടെ കിട്ടമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് യഹോവ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളെല്ലാവരും കിട്ടമായി തീർന്നിരിക്കൊണ്ട് ഞാൻ നിങ്ങളെ യെരൂശലേമിന്റെ നടുവിൽ കൂട്ടും. വെള്ളിയും താമ്രവും ഇരുമ്പും കറുത്തിയവും വെളുത്തിയവും ഉലയുടെ നടുവിലിട്ട് ഊതി ഉരുക്കുന്നത് പോലെ ഞാൻ എൻ്റെ കോപത്തിലും എൻ്റെ ക്രോധത്തിൽ നിങ്ങളെ കൂട്ടി ഉരുക്കും. ഞാൻ നിങ്ങളെ കൂട്ടി എൻ്റെ ക്രോധം നിങ്ങളുടെ മേൽ ഊതും. അങ്ങനെ നിങ്ങൾ അതിൻ്റെ നടുവിൽ ഉരുകിപ്പോകും. ഉലയുടെ നടുവിൽ വെള്ളി ഉരുകിപ്പോകുന്ന പോലെ നിങ്ങളതിൻ്റെ നടുവിൽ ഉരുകിപ്പോകും. യഹോവയെ, ഞാൻ എൻ്റെ ക്രോധം നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയും. ലോഹങ്ങൾ അല്ലെങ്കിൽ തനി തങ്കം മറ്റു ലോഹങ്ങൾ ചേർന്ന് അതിൻ്റെ മാറ്റു കുറഞ്ഞു പോയാൽ തട്ടാൻ ഒരു മാർഗമേ ഉള്ളൂ, അതിനെ ഉലയുടെ നടുവിലിട്ട് ഉരുക്കുക. തീ കത്തിച്ചൂതി ഊതി ഉലയുടെ നടുവിലിട്ട് ഉരുക്കി അതിൻ്റെ കിട്ടമൊക്കെ മാറ്റിക്കളയുക. ഇസ്രായേലിനോട് പറയുകയാണ്, നിങ്ങൾ കിട്ടമായി. മറ്റ് ലോഹങ്ങൾ ചേർന്ന് തനി തങ്കമായിരുന്ന നിങ്ങളുടെ മാറ്റു കുറഞ്ഞുപോയി, നിങ്ങളെല്ലാവരും കിട്ടമായി. അതുകൊണ്ട് നിങ്ങളെ ഞാൻ യെരൂശലേമിന്റെ നടുവിൽ കൂട്ടിയിട്ട് അവിടിട്ട് നിങ്ങളെ ഞാൻ ഒരുക്കും. സൗരന്മാരെ, ഇസ്രായേൽ 1948 മെയ് മാസം 14-ാം തീയതി സ്വതന്ത്രമായി. ഇസ്രായേൽ ഒരു സ്വതന്ത്ര രാജ്യമായി. യെരൂശലേം അപ്പോഴും അവരുടെ കയ്യിലില്ല. ഞാൻ എൻ്റെ ചരിത്രത്തിലേക്ക് ഒത്തിരിയൊന്നും പോകുന്നില്ല. യെരൂശലേം അറബികൾ പിടിച്ചെടുത്തു. കാരണം എന്നാ? ലോകത്തിലുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും യെരൂശലേം 3-ാമത്തെ പുണ്യഭൂമിയാണ്. മക്കയും മദീനയും കഴിഞ്ഞാൽ
മൂന്നാമത്തെ പുണ്യഭൂമി യെരൂശലേമാണ്. അവർ വിശ്വസിക്കുന്നു അവരുടെ പ്രവാചകനായ നബി സ്വർഗത്തിൽ ഒരു വെള്ള കുതിരപ്പുറത്ത് പോയത് യെരൂശലേമിൽ നിന്നാണ്. അവിടെ ദേവാലയം നിന്ന സ്ഥലത്ത് 2 മോസ്ക് ഉണ്ട്. ഡോം ഓഫ് ദി റോക്ക്, അൽ അക്സ മോസ്ക്. അൽ അക്സ എന്ന വാക്കിന്റെ അർത്ഥം ഫാർദറസ്റ്റ് പ്ലേസ്, പ്രവാചകൻ ഏറ്റവും ദൂരെ യാത്ര ചെയ്ത സ്ഥലമെന്നാണ് അതിൻ്റെ പേര്. അവിടെ ഒരു മോസ്ക് ഉണ്ട്. ഞാൻ അവിടെ കയറിയിട്ടുണ്ട്. അവിടെ സാധാരണ കയറ്റത്തില്ല. എന്നാൽ 2 പ്രാവശ്യം എനിക്ക് സന്ദർശിപ്പാൻ ഭാഗ്യം ലഭിച്ചു. അൽ അക്സ മോസ്കിന്റെ അവിടെ നിന്നാണ് പ്രവാചകൻ സ്വർഗത്തിലേക്ക് പോയതെന്ന് ലോകത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളും വിശ്വസിക്കുന്നു. അതുകൊണ്ട് യെരൂശലേം അവർക്ക് പുണ്യഭൂമിയാണ്. 48-ൽ ഇസ്രായേൽ സ്വതന്ത്രമായപ്പോൾ വീരോടെ അറബികൾ പൊരുതി ആ പഴയ യെരൂശലേം ഉണ്ടല്ലോ, അത് പിടിച്ചെടുത്ത് യോർദാന്റെ ഭാഗമാക്കി മാറ്റി. ഇസ്രായേലിന് അത് കിട്ടിയില്ല. അവരുടെ ദേവാലയം നിന്ന സ്ഥലം കിട്ടിയില്ല. 48-ൽ 13 മാസം നീണ്ടു നിന്ന യുദ്ധം, 56-ൽ യുദ്ധം, അത് കഴിഞ്ഞ് 1967-ൽ ഏതാണ്ട് 6 രാജ്യങ്ങൾ ഒന്നിച്ച് ഇസ്രായേലിനെ ആക്രമിക്കുന്നു. തെക്ക് നിന്ന് ഈജിപ്റ്റ് 80,000 പടയാളികൾ, വടക്ക് നിന്ന് സിറിയ 40,000 പടയാളികൾ, യോർദാൻ അതിൻ്റെ കിഴക്ക് ഭാഗത്ത് 40,000 പടയാളികൾ, സൗദി അറേബ്യ 25,000, ഇറാഖ് 5,000. നോക്കുക, ആ കര മുഴുവൻ കവർ ചെയ്തു ആർമി. ഇസ്രായേൽ എന്ന് പറയുന്ന കൊച്ചു രാജ്യത്തിന്റെ കര മുഴുവൻ വളഞ്ഞു. അതിന്റെ പടിഞ്ഞാറ് ഭാഗം മെഡിറ്ററേനിയൻ കടലാണ്. 83-ാം സങ്കീർത്തനം അബ്ദുൽ നാസർ, UAE-യുടെ ഈജിപ്തിന്റെ പ്രസിഡന്റ്, കെയ്റോ റേഡിയോയിലൂടെ പ്രഭാഷണം നടത്തി. അദ്ദേഹം അറിഞ്ഞില്ല ബൈബിളിന്റെ വാക്യമാണ് ഉദ്ധരിക്കുന്നതെന്ന്. 83-ാം സങ്കീർത്തനം നോക്കിയേ, അതിൻ്റെ 4-ാം വാക്യം. ഇതേ വാക്ക് താൻ ബൈബിൾ ഉദ്ധരിക്കുകയാണെന്ന് അറിയാതെ പറയുകയാണ്. വരുവീൻ, 83-ാം സങ്കീർത്തനം 4-ാം വാക്യം, വരുവീൻ, ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം അവരെ മുടിച്ചു കളയുക. അവരുടെ പേര് ഇനി ആരും ഓർക്കരുത്. അവരിങ്ങനെ ഒന്നിച്ചുകൂടി 6 രാജ്യങ്ങൾ, റഷ്യയുടെ 10,000 സൈന്യം സഹായിപ്പാനുണ്ട്. ആയുധങ്ങൾ കൊണ്ട് നിറച്ചു. അവർ വിചാരിച്ചു ഇസ്രായേലിനെ തുടച്ചു കളയാം, ഇസ്രായേലിനെ മെഡിറ്ററേനിയൻ കടലിലോട്ട് തള്ളിക്കളയാം. വരുവീൻ, ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം അവരെ മുടിക്കാം. ഇസ്രായേലിന് മനസ്സിലായി ആ യുദ്ധത്തിൽ ജയിക്കില്ല. അമേരിക്കയോട് പറഞ്ഞു ഞങ്ങളെ സഹായിക്കണം. അമേരിക്ക വിയറ്റ്നാം യുദ്ധത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് അവര് മൗനമായിരുന്നു. ലോകത്തിൽ ഒരു രാജ്യവും അവരെ സഹായിച്ചില്ല. ജൂൺ മാസം 67 പ്രഭാതം, 5-ാം തീയതി പ്രഭാതം, സൂര്യൻ ഉദിച്ചിട്ടില്ല. ഇസ്രായേൽ പൈലറ്റുമാർക്ക് ഓർഡർ കിട്ടി, നിങ്ങൾ ബോംബിങ് ആരംഭിക്കുക. ഈ പ്രഭാത സൂര്യൻ ഉദിക്കും മുമ്പ് ലോകത്തിലെ ഏറ്റവും വിദഗ്ധന്മാരായ പൈലറ്റ്സ് അവരെ യുദ്ധവിമാനങ്ങൾ എടുത്തു. ശത്രു റഡാറുകൾ നോക്കിയിരിക്കുകയാണ്. ഈ റഡാറിൽ കിട്ടാതിരിക്കാൻ നമ്മൾ കാർ ഓടിക്കുമ്പോൾ, കാറിൻ്റെ ഓടിക്കുന്നവർക്കറിയാം ഡാർക്ക് ഏരിയ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. കണ്ണാടിയിലൂടെ നോക്കിയാൽ ചില ഭാഗം കാണത്തില്ല. അതുപോലെ റഡാറിന് ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ കടലിൽ നിന്ന് 150 അടി റഡാറിൽ കിട്ടത്തില്ല. യുദ്ധവിമാനങ്ങൾ വരുന്നോന്ന് റഡാർ നോക്കിയിരിക്കുകയാണ്. ഇസ്രായേലിന് ഡു ഓർ ഡൈ, ഒന്നുകിൽ മരണം അല്ലെങ്കിൽ ജയിക്കുക. അവരുടെ പൈലറ്റുമാർ യുദ്ധവിമാനങ്ങൾ കിളത്തി മെഡിറ്ററേനിയൻ കടലിനോട് തീരത്ത് പറ്റി പറപ്പിച്ചു. ഈ 150 അടിയുടെ ഇടയിലൂടെ അവർ പറപ്പിച്ചു. ഞാനിങ്ങനെ വായിച്ചു, ചില പൈലറ്റുമാർക്ക് അവരുടെ വിമാന ചിറകുകൾ മെഡിറ്ററേനിയൻ കടലിലെ വെള്ളം വീഴുന്നതായിട്ട് തോന്നി. അവര് ശത്രുവിൻ്റെ റഡാറിൽ കിട്ടിയില്ല. അവര് ഈജിപ്തിൻ്റെ അടുക്കൽ വന്നപ്പോൾ പറന്നുയർന്ന് ബോംബിങ് ആരംഭിച്ചു. ആ രാത്രിയിൽ 350 ഈജിപ്ഷ്യൻ പൈലറ്റ്സിൽ 100 പേരെ നിലത്ത് വെച്ച് അവർ കൊന്നുകളഞ്ഞു. ഏതാണ്ട് 10-16 എയർപോർട്ടുകൾ അവർ നശിപ്പിച്ചു. ഒരു പ്ലെയിനും പൊങ്ങാതാക്കി. ശത്രുവിൻ്റെ 444 യുദ്ധവിമാനങ്ങൾ തീർത്തു. റഡാറുകൾ എല്ലാം തീർത്തു. സിറിയയുടെ, ഈജിപ്തിൻ്റെ, ജോർദാന്റെ 3 രാജ്യങ്ങളുടെ
ആകാശ നിയന്ത്രണം ഇസ്രായേൽ ഏറ്റെടുത്തു. രണ്ടാമത്തെ ദിവസം അവരുടെ പാരട്രൂപ്പടന്മാർ യെരുശലേമിൽ ലാൻഡ് ചെയ്തു. യെരുശലേമിൽ ചെന്ന് കാലുകുത്തി. 6 ദിവസമായപ്പോൾ ലോകം മുഴുവൻ ശബ്ദമുയർത്തി യുദ്ധം നിർത്തണം. അതുകൊണ്ട് അതിന് പേര് പറഞ്ഞു 6 Day War. 6 ദിവസം കൊണ്ട് യുദ്ധം തീർന്നു. പക്ഷേ അവർ പഴയ യെരുശലേം പിടിച്ചെടുത്തു. കർത്താവിൻ്റെ വചനത്തിൽ എന്താ പറഞ്ഞത്? നിങ്ങളെ ഞാൻ യെരുശലേമിൻ്റെ നടുവിൽ കൂട്ടും. 1967 യഹൂദൻ ആ പഴയ യെരുശലേം പിടിച്ചെടുത്തു. ഇത് പിടിച്ചെടുത്ത് 1980 ജൂലൈയിൽ ലോകത്തോട് അവർ പ്രഖ്യാപിച്ചു, യെരുശലേം അവിഭാജ്യമായ ഞങ്ങളുടെ നിത്യതലസ്ഥാനം ഇനി വിട്ടുകൊടുക്കില്ല. 1980 സെപ്റ്റംബറിൽ മൊറോക്കോ എന്ന് പറയുന്ന സ്ഥലത്ത് അറബി രാജ്യങ്ങളുടെ തലവന്മാർ ഒന്നിച്ചുകൂടി യെരുശലേമിനെ മോചിപ്പിക്കണം. അവര് അതിന് പേര് പറഞ്ഞു വിശുദ്ധ യുദ്ധം. അറബി ഭാഷയിൽ അതിൻ്റെ പേര് ജിഹാദ് എന്നാണ്. ഈ വേദപുസ്തകം പറയുന്നു അവസാനത്തെ യുദ്ധം വിശുദ്ധ യുദ്ധമാണ്. യോവേൽ പ്രവചനം ഒന്നെടുത്ത് ബൈബിളുള്ളവർ ശ്രദ്ധിക്കുക. അവസാനത്തെ യുദ്ധം ഈ യുദ്ധമാണ്. ഞാൻ ഈ വാക്യം വായിച്ചിട്ട് ഞാൻ ഒറിജിനൽ ഭാഷയിൽ എബ്രായ ഭാഷയിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് പരിശോധിച്ചപ്പോൾ മലയാള ഭാഷ കൃത്യമായി വിവർത്തനം ചെയ്തിരിക്കുകയാണ്. യോവേൽ പ്രവചനം 3-ാം അധ്യായം. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, അവസാനത്തെ യുദ്ധം വിശുദ്ധ യുദ്ധമാണ്. ആരാണ് ആ യുദ്ധത്തിൽ ഏർപ്പെടുന്നത്? യോവേൽ പ്രവചനം 3-ാം അധ്യായം 9-ാം വാക്യം നോക്കി. ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറയുവീൻ, വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവീൻ, വീരന്മാരെ ഉദ്യമിപ്പീൻ. അതിൻ്റെ 11-ാം വാക്യം, ചുറ്റുമുള്ള സകല ജാതികളുമായുള്ളവരെ. വീണ്ടും 12-ാം വാക്യം, ചുറ്റുമുള്ള സകല ജാതികളെ. വിശുദ്ധ യുദ്ധത്തിന് ചുറ്റുമുള്ള ജാതികളോട് ഒരുങ്ങാൻ പറയുകയാണ്. ആരാണ് ചുറ്റുമുള്ള രാജ്യങ്ങൾ? അവ മുസ്ലിം രാജ്യങ്ങളാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിങ്ങൾ ലോകത്തിൽ ഇല്ലായിരുന്നു. എന്നാ മുസ്ലിങ്ങൾ ഉണ്ടായത്? ക്രിസ്തു വന്ന് 600 വർഷം കൂടെ കഴിഞ്ഞു. മുഹമ്മദ് നബി മരിക്കുന്നത് AD 622-ലാണ്. AD 638-ഒക്കെയായി ആ പ്രദേശം മുഴുവൻ ഇസ്ലാമിലോട്ടായിട്ട് ഈ പ്രവചനം പ്രവചിക്കുമ്പോൾ ലോകത്തിൽ ഇസ്ലാം ഇല്ല. അന്ന് ദൈവം രേഖപ്പെടുത്തി ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾക്ക് വിശുദ്ധ യുദ്ധത്തിന് കാരണമാകും ഇത്. കണ്ടോ? 1980 സെപ്റ്റംബറിൽ മൊറോക്കോയിൽ ഇസ്ലാമിക് രാജ്യങ്ങളുടെ തലവന്മാർ ഒന്നിച്ചുകൂടിയപ്പോൾ സൗദിയുടെ പ്രിൻസാണ് പറഞ്ഞത് വിശുദ്ധ യുദ്ധം പ്രഖ്യാപിക്കണം. ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, യെരുശലേം പലരും ഭരിച്ചിട്ടുണ്ട്, അനേകർ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. ബാബിലോണിയർ പിടിച്ചെടുത്തു, മേദ്യരും പാർശ്വരും പിടിച്ചെടുത്തു, ഗ്രീക്ക് സാമ്രാജ്യം പിടിച്ചെടുത്തു, റോമാക്കാർ പിടിച്ചെടുത്തു, ക്രിസ്ത്യൻ ക്രൂസൈഡ് പിടിച്ചെടുത്തു, ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു, യോർദാൻ പിടിച്ചെടുത്തു, അനേക രാജ്യങ്ങൾ അത് ഭരിച്ചു. പക്ഷേ അവരൊക്കെ ഭരിച്ചപ്പോൾ യെരുശലേം ഒരു പ്രശ്നമല്ല. 1967 6 ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രായേൽ അത് പിടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ സക്കറിയ പ്രവചനം ഒന്നെടുത്ത്. സക്കറിയ പ്രവചനം, എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഒന്നും മനസ്സിലായില്ലെങ്കിലും ഈ ഒരു സത്യം ഗ്രഹിക്കുക. അവസാന യുദ്ധത്തിൻ്റെ കാരണം ഇന്ന് നിലനിൽക്കുന്നു. ഇതൊരു ന്യൂക്ലിയർ യുദ്ധമായി മാറും. നാളെ രാത്രി ഞാനത് ചൂണ്ടിക്കാണിക്കാം. നോക്കിയേ, സക്കറിയ പ്രവചനം 12-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം തുടങ്ങി വായിക്കാം. പ്രവാചകം ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്, ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനമിടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവൻ്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്, ഞാൻ യെരുശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമ പാത്രമാക്കും. ഈ വാക്യം വായിച്ചിട്ട് ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കാറുണ്ട്. ഈ വാക്യം നോക്കിയ 1-ാം വാക്യം, ദൈവം പറയുക ഞാൻ ആരാണെന്ന്. ചിലപ്പം വർത്താനം പറയുമ്പോൾ പറയും
ഞാൻ ഇന്നാളുടെ ഇന്നാളാണ്, ഇന്നാളെൻ്റെ അമ്മാച്ചനാണ്, എന്നെ പരിചയപ്പെടുത്താറുണ്ട്. ദൈവം പരിചയപ്പെടുത്തുകയാണ്. ഞാൻ ആരാന്നറിയാമോ? ഞാനാണ് ആകാശം വിരിച്ചത്, ഞാനാണ് ഭൂമിക്ക് അടിസ്ഥാനമിട്ടത്, ഞാനാണ് മനുഷ്യൻ്റെ ഉള്ളിൽ അവൻ്റെ ആത്മാവിനെ നിർമ്മിച്ചത്. ഞാൻ പറയുന്നു, ഞാൻ യെരൂശലേമിനെ ചുറ്റും കിടക്കുന്നവർക്ക് പരിഭ്രമപാത്രമാക്കും, തത്തളിപ്പിൻ പാത്രമാക്കും. തമിഴിൽ അങ്ങനെയാണ്, തത്തളിപ്പിൻ പാത്രം, വിറയ്ക്കുന്ന പാത്രമാക്കും. ആർക്കാ? ചുറ്റും കിടക്കുന്നവർക്ക്. അതെങ്ങനെയാ ചുറ്റും കിടക്കുന്നവർക്ക് ഇതൊരു ഒരു തത്തളിപ്പിൻ പാത്രം? ഇംഗ്ലീഷിൽ വായിച്ചാൽ കപ്പ് ഓഫ് ഡ്രങ്കൺനെസ് എന്നാണ്. മദ്യത്തിന്റെ പാത്രമാക്കി തീർക്കും. എങ്ങനെയാ? ഈ വാക്യത്തിൽ തിരിച്ചു വരണം. യെശയ്യാപ്രവചനം 29 എടുത്ത് എങ്ങനെയാണെന്ന് കാണിക്കാം. വേദവാക്യങ്ങളാണ് നമുക്ക് ആധാരമായിട്ടുള്ളത്. യെശയ്യാപ്രവചനം 29. അയ്യോ, നമ്മുടെ കൈകളിലിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം ഇതുപോലെ വിലപ്പെട്ട ഒരു ഗ്രന്ഥമുണ്ടോ? ഞാൻ ചിലപ്പം പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ ഒരായുസൂടെ കിട്ടിയിരുന്നെങ്കിൽ, ആയുസൂടെ വേറെ ഒന്നിനും പോകാതെ ഇത് തന്നെ പഠിക്കാനിരുന്നേനെ. എൻ്റെ ആയുസിൻ്റെ ഏറിയ പങ്കും ഈ ബൈബിളിൻ്റെ മുന്നിൽ ചെലവഴിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ഈ പ്രായത്തിലും ഇന്നും ഈ വേദോത്സവമായിട്ട് ഞാൻ ഇരിക്കുകയാണ്. ഇതുപോലെ നമ്മെ ജ്ഞാനികളാക്കുന്ന, ഇതുപോലെ മനസ്സിന് ആനന്ദം തരുന്ന വേറെ ഒരു ഗ്രന്ഥമുണ്ടോ? ഇവിടെ നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, നമ്മൾ വായിച്ചു, ഇത് യെരൂശലേം ചുറ്റും കിടക്കുന്നവർക്ക് ഒരു പരിഭ്രമപാത്രം, കപ്പ് ഓഫ് ഡ്രങ്കൺനെസ്, മദ്യത്തിന്റെ കപ്പായി മാറും. യെശയ്യാവ് 29 1-ാം വാക്യം. അയ്യോ അരിയേലേ അരിയേലേ. അത്രയും വായിച്ചു കഴിയുമ്പോൾ നമ്മൾ നിർത്തും. ഇതെന്താ അരിയേൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയില്ല. അരിയേൽ എന്ന് പറഞ്ഞാൽ ലയൺ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സിംഹം. എന്താ? ദാവീദ് പാളയമിറങ്ങിയ നഗരമേ, ദാവീദ് പാളയമിറങ്ങിയ സിയോൻ, യെരൂശലേം, ആ പട്ടണത്തിന്റെ പേരാണ് അരിയേൽ. ദൈവം വിളിച്ച പേരാ. താഴോട്ട് വായിക്കുന്നു 7-ാം വാക്യം. അരിയേലിന്റെ നേരെ യുദ്ധം ചെയ്യുന്ന സകല ജാതികളുടെ കൂട്ടം, അതിനും അതിൻ്റെ കൊത്തളങ്ങൾക്കും നേരെ യുദ്ധം ചെയ്ത് അതിനെ വിഷമിപ്പിക്കുന്ന ഏവനും തന്നെ. ഈ പട്ടണത്തിൻ്റെ ചുറ്റും യുദ്ധം ചെയ്യാൻ ആളുകൾ കൂടും. ഇനിയത്തെ യുദ്ധം അതാണ്. എന്നാൽ അടുത്ത ഭാഗം നോക്കാം. 9-ാം വാക്യം. വിസ്മയിച്ച് സ്തംഭിച്ചു പോകുവിൻ, അന്ധത പിടിച്ചു കുരുടരായിരിപ്പിൻ. അവർ മത്തരായിരിക്കുന്നു, വീഞ്ഞുകൊണ്ടല്ലതാനും. അവർ ചാഞ്ചാടി നടക്കുന്നു, മദ്യപാനം കൊണ്ടല്ലതാനും. യെരൂശലേമിനെ ഞാൻ മദ്യത്തിന്റെ പാത്രമാക്കും ചുറ്റുമുള്ളവർക്ക്. ഇവിടെ കണ്ടോ, ഈ യെരൂശലേമിനോട് യുദ്ധത്തിന് വരുന്നവർക്ക് മത്ത് പിടിക്കും, വീഞ്ഞുകൊണ്ടല്ല. ചാഞ്ചാടി നടക്കും, വീഞ്ഞുകൊണ്ടല്ല, മദ്യം കൊണ്ടല്ല. അവർക്ക് യെരൂശലേം എന്ന് പറഞ്ഞാൽ മത്ത് പിടിക്കും. മതത്തിന്റെ മത്ത്. 3-ാമത്തെ പുണ്യഭൂമി. ലോക ജനതതി മുഴുവൻ ഇളകി വരും. ഇറാൻ എന്താ പറഞ്ഞത്? ഇറാൻ പറഞ്ഞത് ഇസ്രയേലിനെ ഇല്ലായ്മ ചെയ്യേണ്ടത് ധാർമ്മികവും നമ്മുടെ മതപരവുമായ ആവശ്യമാണ്. യെരൂശലേം മോചിപ്പിക്കണം, ഫലസ്തീൻ രാജ്യത്തിന് തലസ്ഥാനമായി വേണം. എത്രയോ വർഷം മുമ്പ് ദൈവം പറഞ്ഞു, ഞാൻ യെരൂശലേമിനെ ചുറ്റും കിടക്കുന്നവർക്ക് ഒരു മദ്യത്തിന്റെ പാത്രമാക്കി തീർക്കും. അവിടെ കൊണ്ട് തീർന്നില്ലേ? സക്കറിയാവ് 12 നോക്കിക്കട്ടെ. അന്നാളിൽ 3-ാം വാക്യം. അന്നാളിൽ ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്ക് ഭാരമുള്ള കല്ലാക്കി വെക്കും. ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭൂമിയിലുള്ള രാജ്യങ്ങൾ മുഴുവൻ ഇന്ന് അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യമുള്ളത് കൊണ്ടാണ് ഇസ്രയേൽ ഇങ്ങനെ നിൽക്കുന്നത്. വേദോത്സവം പറയുന്നു ഇസ്രയേലും അമേരിക്കയും കൈവിടും. അങ്ങനെ പറയുന്നുണ്ടോ? നിങ്ങൾ ചോദിക്കും, അങ്ങനെ പറയുന്നുണ്ടോ? അമേരിക്ക കൈവിടുമെന്ന് പറയുന്നുണ്ടോ? ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ജെരമ്യാവ് 30 വീണ്ടും ഒന്നെടുത്ത് ഈ വാക്യത്തിൽ തിരിച്ചു വരണം. അമേരിക്ക കൈവിടുമെന്ന് ഞാൻ കാണിച്ചു തരാം. യെരമ്യാ പ്രവചനം 30-ാം അധ്യായം നമ്മൾ വായിച്ച ഭാഗമാണ്. 7-ാം വാക്യം. യാക്കോബിന് കഷ്ടകാലം,
ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം ഭയാനകമായ കഷ്ടകാലം. അന്ന് 13-ാം വാക്യം നോക്കിയേ, നിന്റെ വ്യവഹാരം നടത്തുവാൻ ആരുമില്ല. 14-ാം വാക്യം, നിന്റെ സ്നേഹിതന്മാരൊക്കെ നിന്നെ മറന്നിരിക്കുന്നു. അയ്യോ, അത് ചുവന്ന മഷി കൊണ്ട് വരച്ചു വെച്ചു. ഈ ദിവസം വരുമ്പോൾ അമേരിക്ക നിന്നെ സഹായിക്കാൻ കാണില്ല. എന്തിനാണ് അമേരിക്ക ഇന്ന് ഇറാനെ ബോംബ് ചെയ്യുന്നത്? ഇസ്രയേലിന് വേണ്ടിയാണ്. നിങ്ങൾക്കറിയാം, വാർത്തയിലൂടെ കാണുന്നു. ഇവിടെ കണ്ടോ ഈ നാളിൽ നിന്റെ വ്യവഹാരം നടത്തുവാൻ ആരുമില്ല. UN നിനക്ക് വേണ്ടി സംസാരിപ്പാൻ ആരും കാണില്ല. നിനക്ക് വേണ്ടി വീറ്റോ ചെയ്യാൻ അമേരിക്ക കാണില്ല. മാത്രമല്ല, നിന്റെ സ്നേഹിതന്മാരൊക്കെ നിന്നെ മറക്കും. അമേരിക്ക ഒരു വലിയ ബുദ്ധിമുട്ടിലോട്ട് പോകാൻ എല്ലാ സാധ്യതയുമുണ്ട്. സമയമില്ല, അല്ലെങ്കിൽ ഞാൻ എടുത്തേനെ. ഈ യുദ്ധം കഴിയുമ്പോൾ അമേരിക്കയുടെ സ്ഥിതി എന്താകുമെന്ന് നമുക്ക് വർണ്ണിപ്പാൻ വയ്യാതെ വണ്ണം സാമ്പത്തിക പ്രതിബന്ധങ്ങൾ വളരെയധികം അവരെ അലട്ടുന്ന ഒരു സാഹചര്യമാണ്. വീണ്ടും നമുക്ക് നോക്കാം, സഖറിയാ പ്രവചനത്തിലേക്ക് മടങ്ങി വരാം. 14-ാം അധ്യായം എടുത്താട്ടെ. സഖറിയാ പ്രവചനം 14-ാം അധ്യായം, അതിൻ്റെ 14-2. ഞാൻ സകല ജാതികളെയും യെരുശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുത്തും. ആരായി പറയുന്നത്? സ്വർഗത്തിലെ ദൈവം. ഭൂമിയിലെ സകല ജാതികളും യെരുശലേമിനോട് യുദ്ധത്തിന് കൂടി വരും. നഗരം പിടിക്കപ്പെടും, സ്ത്രീകളെ വഷളാക്കും, നഗരത്തിൽ പാതി പ്രവാസത്തിൽ പോകും. എന്നാൽ യഹോവ പുറപ്പെട്ട് താൻ യുദ്ധ ദിവസത്തിൽ പൊരുതുപോലെ ആ ജാതിയോട് പെരുതും. അന്നാളിൽ അവന്റെ കാൽ യെരുശലേമിന് കിഴക്കുള്ള ഒലിമലയിൽ നിൽക്കും. സ്തോത്രം. ഒലിമലയിൽ നിന്നാണ് നമ്മുടെ കർത്താവ് സ്വർഗത്തിലോട്ട് പോയതുപോലെ വരുമെന്ന് പറഞ്ഞു. യഹൂദൻ കുത്യമെങ്കിലേക്ക് നോക്കും. നോയിക്കേ 13-ാം അധ്യായം, സഖറിയാവ് 13 നോയിക്കേ. 13-ാം അധ്യായം 10-ാം വാക്യം 9 തൊട്ട് വായിക്കാം. അന്നാളിൽ ഞാൻ യെരുശലേമിന്റെ നേരെ വരുന്ന സകല ജാതികളെ നശിപ്പിപ്പാൻ നോക്കും. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരുശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനയുടെ ആത്മാവിനെ പകരും. അവർ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് നോക്കും. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വിലപിക്കും. അവർ കുറ്റമേറ്റു പറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുന്നത് വരെ ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തിലിരിക്കും. അവരുടെ കഷ്ടതയിൽ അവരെന്നെ അന്വേഷിക്കും. 13-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം നോക്കിയേ. ഭയത്തോടുകൂടെ വായിക്കാനൊക്കെ ഉള്ളൂ. 13-8 സർവദേശത്തിൽ 2/3 ഛേദിക്കപ്പെട്ട് പ്രാണനെ വിടും, 1/3 ശേഷിച്ചിരിക്കും. 1/3 ഞാൻ തീയിൽ കൂടെ കടത്തി വെള്ളി ഊതിക്കഴിക്കുന്ന പോലെ ഊതിക്കഴിക്കും, പൊന്നു ശോധന കഴിക്കുന്ന പോലെ അവരെ ശോധന കഴിക്കും. എൻ്റെ സഹോദരന്മാരെ, യഹൂദന്മാരിൽ 2/3 കൊന്നുകളയും, 1/3 ശേഷിക്കും. ആ സമയത്ത് അവർ കരയും. ആരും സഹായത്തിനില്ലാതെ അമേരിക്കയും കൈ കഴുകുമ്പോൾ അവർ കുത്തിമെങ്കിലേക്ക് നോക്കിക്കരയും. ആ കരയിച്ചലിൻ്റെ മൂർധന്യാവസ്ഥയിൽ അവൻ്റെ കാല് യെരുശലേമിന് കിഴക്കുള്ള ഒലിമലയിൽ വന്ന് നിൽക്കും. അത് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയാണ്. സ്തോത്രം. അത് സംഭവിക്കുന്നതിന് 7 വർഷം മുമ്പ് ഞാനും നിങ്ങളും ദൈവസഭ ഇവിടെ നിന്ന് മാറ്റപ്പെടും. അങ്ങനെയാണെങ്കിൽ ഈ സംഭവം നടക്കാൻ കാര്യങ്ങൾ ഒരുക്കപ്പെട്ടു എങ്കിൽ, രാഷ്ട്രീയമായി ഈ സംഭവങ്ങൾക്ക് വേണ്ടി ലോകരാജ്യങ്ങൾ ഒരുക്കപ്പെട്ട് കഴിഞ്ഞുവെങ്കിൽ, ഞാനും നിങ്ങൾ ഇവിടെ നിന്ന് പോകുവാൻ സമയം എത്രയോ അതിക്രമിച്ചു. നമ്മുടെ കർത്താവ് എപ്പം വേണേലും വന്ന് നമ്മളെ ചേർക്കാം. കർത്താവിൻ്റെ വരവിനോട് ഏറ്റവും അടുത്ത ദിവസങ്ങളാണ്. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചു, 2000 വർഷങ്ങൾക്ക് മുമ്പ് മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് എൻ്റെയും നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ അവൻ യാഗമായി ചേർത്തു. ഞാനിവിടെ ഇരുന്നപ്പോൾ
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർപ്പിക്കുന്ന ഒരു ഭാഗം പഴയ നിയമത്തിൽ നിന്ന് ഞാൻ ഓർക്കുകയായിരുന്നു. ലേവ്യ പുസ്തകം എന്നെടുത്താട്ടെ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ബുക്കാണ് ലേവ്യ പുസ്തകം. ആ ബുക്ക് മുഴുവൻ എനിക്ക് ക്ലാസ് എടുക്കാൻ കഴിയും. എൻ്റെ ഹരമാണ് അതിൽ പറഞ്ഞിരിക്കുന്ന യാഗങ്ങളുമൊക്കെ. പരമയാഗമായി തീർന്ന ക്രിസ്തുവിനെ വരച്ചു കാണിക്കുകയാണ് യാഗങ്ങളിലൂടെ. അവിടെ യാഗങ്ങളിൽ ദൈവം ഓരോന്ന് കൽപ്പിക്കുമ്പോൾ പിതാവായി ദൈവം പുത്രൻ്റെ മരണവും പിതാവായി ദൈവം പുത്രനെ നൽകിയതും കണ്ടുകൊണ്ട് കൽപ്പിച്ചാക്കിയതാണ് യാഗങ്ങളും അതിൻ്റെ നിയമങ്ങളും. ലേവ്യ പുസ്തകം 22:26 തൊട്ടുള്ള വാക്യം. യഹോവ പിന്നെ മോശയോട് അരുളിച്ചെയ്തെന്നാൽ, ഒരു കാളയോ ചെമ്മരിയാടോ കോലാടോ പിറന്നാൽ 7 ദിവസം തള്ളയുടെ അടുക്കൽ ഇരിക്കണം. 8-ാം ദിവസം മുതൽ അത് യഹോവയ്ക്ക് ദഹനയാഗമായി പ്രസാദമാകും. പശുവിനെയോ പെണ്ണാടിനെയോ അതിനെയും കുട്ടിയെയും ഒരു ദിവസത്തിൽ അറുക്കരുത്. യഹോവയ്ക്ക് സ്തോത്രയാഗം അർപ്പിക്കുമ്പോൾ അത് പ്രസാദകരമാകും വണ്ണം അർപ്പിക്കണം. ദൈവം ഒരു കാര്യം കൽപ്പിച്ചു. ഒരു പശു പ്രസവിച്ചു. ആ കുഞ്ഞിനെ യാഗമായി അർപ്പിക്കണമെങ്കിൽ 7 ദിവസം കഴിഞ്ഞേ പാടുള്ളൂ. 8-ാം ദിവസം. എന്തിനാ ദൈവം അങ്ങനെ പറഞ്ഞത്? 7 ദിവസം ഈ കൊച്ചു കിടാവ് തള്ളയുടെ അടുക്കലിരിക്കണം, തള്ളയുടെ പാല് കുടിക്കണം, തള്ളയുടെ ലാളനെ അനുഭവിക്കണം. നമ്മൾ കാണുന്നില്ലേ പ്രപഞ്ചത്തിൽ, ഒരു പശു പ്രസവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കുഞ്ഞിനെ ലാളിക്കുന്നു, അതിൻ്റെ കുഞ്ഞിന് പാല് കൊടുക്കുന്നു, അതിൻ്റെ കുഞ്ഞിനെ നക്കുന്നു. ഒരു മൃഗമാണെങ്കിലും ആ കുഞ്ഞിനോടുള്ള സ്നേഹം എത്ര വലുതാണ്. ഒരു യഹൂദൻ ആ കുഞ്ഞിനെ യാഗമർപ്പിക്കണം. അവൻ ആ കുഞ്ഞിനെ എടുക്കുകയാണ് 8-ാം ദിവസം. തള്ളപ്പശുവിനെ ഒരു കുറ്റിയിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. 8-ാം ദിവസം ആ കൊച്ചു കിടാവിനെ യാഗമായി അർപ്പിക്കാൻ എടുത്തുകൊണ്ടു പോകുമ്പോൾ യാതൊരു തർക്കവുമില്ല. 7 ദിവസം തള്ളയുടെ അടുക്കൽ നിന്ന് മാറാത്ത ആ പശു ആ കിടാവിനെ മാറ്റുമ്പോൾ ആ കിടാവ് കിടന്ന് കരയും. ആ കരച്ചിൽ കേട്ട് തള്ളപ്പശുവും കരയും. എൻ്റെ സഹോദരന്മാരെ, ദൈവം ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. തൻ്റെ പുത്രൻ ക്രൂശിൽ 2 പ്രാവശ്യം സ്വർഗം തുറന്നു പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചു. ദൈവത്തിൻ്റെ ഹിതം മാത്രം നിർവഹിച്ച ദൈവത്തിൻ്റെ പ്രിയപുത്രൻ. ദുഷ്ടന്മാർ അവനെ ക്രൂശിപ്പാൻ എടുത്തുകൊണ്ട് പോവുകയാണ്. അവനെ അടിച്ചു, അവനെ നിന്ദിച്ചു, പരിഹസിച്ചു. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ അവൻ വിരൂപമാക്കപ്പെട്ടു. ഒരു മാംസപിണ്ഡമായി അവൻ തീർന്നു. സഹിപ്പാൻ കഴിയാതെ വന്നപ്പോൾ സകലരാലും കൈവിടപ്പെട്ടു. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ നോക്കി, ആരെയും കണ്ടില്ല. അവൻ്റെ പിതാവിൻ്റെ മുഖത്തോട്ട് നോക്കി. അവസാനം പിതാവും അവനുമായി. അവൻ ഉറക്കെ കരഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീയും എന്നെ കൈവിട്ടോ. എന്തിനാണ് പിതാവ് അവനെ കൈവിട്ടത്? യോഹന്നാൻ 3:16 എന്താ വായിക്കുന്നത്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇംഗ്ലീഷ് ബൈബിളിൽ വായിച്ചാൽ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്. ദൈവം എന്നെ അത്രമാത്രം സ്നേഹിച്ചു, എന്നെ ആഴമായി സ്നേഹിച്ചു. ഞാൻ നശിച്ചു പോകരുത്, ഞാൻ ശിക്ഷ അനുഭവിക്കരുത്, ഞാൻ നരകത്തിൽ പോകരുത്. എന്നെ വിടുവിപ്പാൻ തൻ്റെ പുത്രനെ ക്രൂശിലോട്ട് അയച്ചപ്പോൾ അവനെ തരുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അവൻ ഉറക്കെ കരഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? അതിൻ്റെ മറുപടി ഒന്നേ ഉള്ളൂ, എന്നെയും നിങ്ങളെയും ഓർത്തപ്പോൾ പുത്രനെ കൈവിട്ടു. ഈ രാത്രിയിൽ എൻ്റെ പ്രസംഗം നിർത്തുമ്പോൾ ദൈവം ഒരുക്കിയ രക്ഷയുടെ വലിപ്പം എബ്രായരുടെ കർത്താവ് പറയുന്നു, ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയ ഒഴിയും? ദൈവം തൻ്റെ പുത്രനിലൂടെ ഒരുക്കിയ രക്ഷ, മഹത്വപൂർണമായ രക്ഷ, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി സകല പാപങ്ങളും അവൻ്റെ മേൽ ചുമത്തി. എനിക്ക് വേണ്ടി അവൻ ക്രൂശിൽ മരിച്ചു. എൻ്റെ ഹൃദയം തുറന്നത് സ്വീകരിച്ചാൽ, ഞാനത് അംഗീകരിച്ചാൽ, എൻ്റെ കർത്താവേ, ഞാനൊരു പാപിയാണ്, അരുതാത്തത് ചെയ്തു, അരുതാത്തത് പറഞ്ഞു,
എന്നോട് ക്ഷമിക്കണം. ഹൃദയം തുറന്ന് ഈ കർത്താവിനെ ഒരു നിമിഷം ഒന്ന് ഇൻവൈറ്റ് ചെയ്യുക. കർത്താവെ, എന്നെ ഉള്ളത്തിൽ വന്ന് എന്നെ രക്ഷിക്കണം. 22 വയസ്സുള്ളപ്പോൾ ഞാനത് ചെയ്തു. കോളേജിലൊക്കെ പഠിക്കുന്ന ഒരു കാലഘട്ടം ദൈവസന്നിൽ മുട്ടുകുത്തി, കർത്താവെ എന്നോട് ക്ഷമിക്കണം, ഞാനൊരു പാപിയാണ്. അവൻ എൻ്റെ ഉള്ളത്തിൽ വന്നു, എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റി. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ദിവസമുണ്ടോ? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എവനും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ആ കർത്താവിനെ സ്വീകരിച്ചാൽ നിങ്ങൾ ദൈവഹിതലായി മാറും. എപ്പം വേണമെങ്കിലും കർത്താവിന് വരാം. എന്നെ ചേർക്കാം, നിങ്ങളെ ചേർക്കാം. ആ ഗണത്തിൽ നിങ്ങൾ പെടും. അതോർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റാം. അല്ല എങ്കിൽ നിങ്ങൾ കൈവിടപ്പെടും. ഭയാനകമായ വിപത്തുകളിലേക്ക് നിങ്ങൾ മാറ്റപ്പെടും. പ്രാർത്ഥനയോടെ നാളെയും കടന്നു വരിക. ഞാനിതിൻ്റെ ബാക്കി നാളെ എടുത്തുകൊള്ളാം. എൻ്റെ സഹോദരന്മാരെ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ പ്രവചനങ്ങൾ ഞാൻ നിങ്ങൾ ജീവിക്കുമ്പോൾ നിവർത്തിക്കപ്പെടാൻ കാര്യങ്ങൾ ഒരുക്കപ്പെട്ട് കഴിച്ചു. എന്താണിതിന് തടസ്സം? സഭയുടെ പണി പൂർത്തീകരിച്ചിട്ടില്ല. സഭയുടെ പണി പൂർത്തീകരിച്ചാൽ, കാഹളം ധ്വനിച്ച് നമ്മൾ മാറ്റപ്പെട്ടാൽ, അനന്തര പരിപാടികൾക്ക് വേണ്ടി ലോകം ഒരുക്കപ്പെട്ട് കഴിഞ്ഞു. രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടുക. രക്ഷിക്കപ്പെട്ടവർ കർത്താവിൻ്റെ വരവിനെ ബന്ധപ്പെടുത്താം, വിശുദ്ധിയെ തികയ്ക്കാം. അവനിൽ ഈ പ്രത്യാശയുള്ളവനൊക്കെ അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കുക. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രാർത്ഥനയോടുകൂടെ നാളെയും കടന്നു വരിക. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം.